നല്ലൊരു സോങ് നമ്മൾ കേട്ടു. രജനി മുരുകൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ജിതിൻ രാജും മഹാലക്ഷ്മി അയ്യരും ചേർന്ന് പാടിയ പാട്ട് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ആണെന്ന് തന്നെ പറയാം. ആൻഡ് നിങ്ങൾ കേൾക്കുന്നത് സൺസെറ്റ് ഡ്രൈവ് ആണ്. ഒരു ചെറിയ ചേഞ്ച് ഇന്ന് ഞാനാണ് നിങ്ങളുടെ കൂടെ ഈ ഒരു സമയത്തുള്ളത്. ബിക്കോസ് ഞാൻ ഇവരെ രണ്ടുപേരെ ഒന്ന് അടുത്ത് കാണണം, ഒന്ന് സംസാരിക്കണം ഒരുപാട് ആഗ്രഹിച്ചു. അതിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സൂമിലൂടെ ഞാൻ ഒന്ന് സംസാരിച്ചു. പക്ഷേ മറ്റൊരാളുടെ അടുത്ത് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാ ഇങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ രാജും ഗോകുലുമാണ്. ഒരുപക്ഷെ ആടുജീവിതം എന്ന ചിത്രം കൊണ്ട് നമ്മളുടെയൊക്കെ മനസ്സ് കീഴടക്കിയ രണ്ടുപേര്. നമസ്കാരം, ഗോൾഡ് FM സ്റ്റുഡിയോസിലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങൾ ഭയങ്കര ഹെവി ഒരു ഷെഡ്യൂളിനിടയിലാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിടയിൽ മഴ വന്നു, അതിന്റെ കൂടെ നിങ്ങൾ കുറച്ച് പെട്ടുപോയി. ആദ്യം ഷെഡ്യൂൾ ഹെവി എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നിങ്ങൾ മക്തൂം എയർപോർട്ടിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വന്നല്ലേ? ആദ്യമായിട്ട് വരികയാണ്, ദുബായിലെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോ ഇതിലൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മള് കരിപ്പൂർന്ന് ഇറങ്ങിയിട്ട് ഐ തിങ്ക് 4:30 hours ഒക്കെ 4.5 hours ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് അവിടെ എത്തി, മക്തോമിലെത്തി. അവിടെ ഒരു 6 മണിക്കൂറോളം നമ്മള് പ്ലെയിനിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു, പുറത്തിറങ്ങാൻ പറ്റാതെ. അപ്പൊ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും സ്റ്റാഫ് എന്ന് പറയും അരമണിക്കൂർ കൊണ്ട് ദുബായിൽ ഇറങ്ങും എന്ന് പറഞ്ഞ ഹോപ്പ് തന്നോണ്ടിരിക്കുന്നു. പിന്നെ അവസാനം ഞങ്ങൾ മക്തൂമിൽ ഇറക്കി. അവിടെ ഉച്ചയായി, ഫുഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങള് ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അകത്ത് നജീബുക്കും ഹക്കീമിനും ഹോപ്പായിട്ട് മാറിയത് ഒരു ഇബ്രാഹിം ഖാദരിയാണ്. അദ്ദേഹമാണ് അവർക്ക് താങ്ങും തണലുമായിട്ട് നിന്നത്. അപ്പൊ അതുപോലെ ഞങ്ങൾക്കും താങ്ങും തണലുമായിട്ട് ഒരു ഇബ്രാഹിം ഖാദരിമാർ അവിടെ ഉണ്ടായിരുന്നു. കുറെ മലയാളികൾ, നമ്മളെ ഒരു കണ്ണൂരിൽ നിന്ന് വന്ന കുറച്ച് മലയാളികൾ. ഞങ്ങള് ഫുഡ് കഴിക്കാതെ സ്റ്റാവ് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ അനിയന് കൊടുക്കാൻ വേണ്ടി വെച്ച ഉമ്മ പൊതിഞ്ഞു വെച്ച ബീഫും അരിയുണ്ടയും എല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ നമ്മൾ വാഷ്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള കുറച്ച് സ്നാക്സുകൾ മാത്രം, അവർ ഫുഡൊന്നും കഴിക്കുന്നില്ല. അവർ ഓരോരുത്തരും നമുക്ക് ഓരോന്നിങ്ങനെ ഫുഡ് ഓഫർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു മലയാളികൾ എവിടെ പോയാലും നമ്മൾ മലയാളി പൊളിയല്ലേ. അപ്പോ മലയാളികളുടെ സ്നേഹമാണ് നമ്മൾക്ക് ആ ഒരു സമയത്ത്. ശരി, നമുക്ക് സിനിമയിലേക്ക് എത്താം. ഇന്ന് രാവിലെ ബ്ലെസ്സി സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സിനിമയെക്കുറിച്ച് നമുക്ക് ഒത്തിരി ഇന്റർവ്യൂസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സംസാരിക്കേണ്ടായി. ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആടുജീവിതം ഒരു വളരെ സ്പെഷ്യൽ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഗോകുലിനെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും. ആദ്യമായിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റി എന്നുള്ളതായിരുന്നു. എന്താണ് ശരിക്കും ആടുജീവിതം ഗോകുലിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്? എന്നെ സംബന്ധിച്ച് ആടുജീവിതം ഒരു സ്വപ്നം സാക്ഷാത്കാരമാണ്. സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, നമ്മള് ഒരുപാട് സ്വപ്നം കണ്ടൊരു കാര്യം അത് നമ്മുടെ കയ്യിലേക്ക്, എന്റെ കയ്യിന്റെ ഉള്ളിലേക്ക് എത്തുന്നതാണ്. അത് ഞാനിനി ചെയ്യേണ്ടത് അത് മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോ ആടുജീവിതം ഇപ്പോ ഒരു 17 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ജേണി ആയിരുന്നു എനിക്ക് ആടുജീവിതം. ഇത് കമ്മിറ്റ് ചെയ്യുന്നതിന്, കോൺട്രാക്ട് ചെയ്തതിന് മുന്നേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു യാത്രയായിരിക്കും, കാറും കോളും ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന പോലെ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും, പേമാരികൾ പെയ്യാം, കൂടെ ഉണ്ടോന്നാ ചോദിച്ചത്. അപ്പോ അതുപോലെ തന്നെയുള്ള യാത്രയായിരുന്നു ഈ ഷൂട്ടിന്റെ എല്ലാ സമയത്തും. ഇപ്പോ നമ്മള് നജീബിക്കും ഹക്കീമും ഒക്കെ അനുഭവിച്ച പോലെ തന്നെ അത്ര ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് കാര്യങ്ങൾ നമ്മൾ എല്ലാ ക്രൂവും അനുഭവിച്ചിട്ടുണ്ട്. അത് കോവിഡ് ആയിട്ടാണെങ്കിലും ലോക്ക്ഡൌൺ ആയിട്ടാണെങ്കിലും ഷൂട്ടിന്റെ ഇടയിലുള്ള ഓരോ കഷ്ടപ്പാടുകളായിട്ടാണെങ്കിലും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സോ ആസ് എ പേഴ്സൺ, ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഒരു ഹ്യൂമൺ എന്നുള്ള നിലയിലും കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റി, കുറെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതെന്നെ ഒരു ബെറ്റർ ആക്ടർ ആക്കാനും ബെറ്റർ പേഴ്സൺ ആക്കാനും ഹ്യൂമൺ ആക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആടുജീവിതം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജിതിൻ, നമ്മൾ ഒരിക്കലും സൂമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും നമുക്കിപ്പോൾ ലൈവിൽ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. ജിതിനെ സംബന്ധിച്ച് പെരിയോനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, ഒരു പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയുടെ ഭാഗമായ ആൾക്കാരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളതല്ല, നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഏറ്റവും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? ഹിസ്റ്ററിയാണ്. ആൻഡ് ആസ് എ സിംഗർ ഞാൻ എപ്പോഴും നമ്മൾക്കുള്ള ഒരു സന്തോഷം അതാണ്. ഓൾവേസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി അല്ലേ? ഹിസ്റ്ററിയിൽ എഴുതപ്പെടുന്നതാണ്. കാരണം ഇനിയിപ്പോ നമ്മുടെ കാലം കഴിഞ്ഞാലും പീപ്പിൾ ആർ സ്റ്റിൽ ഗോണ ലിസൺ ടു ദോസ് സോങ്സ് അല്ലേ? സോ ഇറ്റ്സ് ഓൾ റിട്ടൺ ദെയർ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അവരവരുടെ ക്രാഫ്റ്റിൽ ഇത്രയും ലെജൻഡറി സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ലെറ്റ് ബി റഹ്മാൻ സാർ ആവട്ടെ, ഈസ് എ വിസേർഡ്, മ്യൂസിക്കൽ വിസേർഡ് ആണ്. പിന്നെ അതുപോലെ ബ്ലെസ്സി സാർ നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഡയറക്ടർ. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് സാർ, പിന്നെ പൃഥ്വിരാജ് സാർ, ഇവരെല്ലാവരെയും എടുത്ത് നോക്കുമ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരവരുടെ ക്രാഫ്റ്റിൽ. സോ അവരുടെ കൂടെ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെ
അതിൽ കയ്യിലേക്ക് വീണ് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ. സോ ഐ ഡോണ്ട് നോ, ഐ ഫീൽ എന്താ പറയാ ഭയങ്കര ലക്കി അറ്റ് ദ സെയിം ടൈം, വെരി ബ്ലെസ്ഡ് അറ്റ് ദ സെയിം ടൈം. സോ എന്താ പറയാ ഒരുപാട് സന്തോഷം ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ്. ആൻഡ് അതും ഇത് പടവും പാട്ടിനെയും ആൾക്കാർ ഒരുപോലെ സ്നേഹിക്കുന്നു. യുനോ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് ആൻഡ് ഓൾ, ഇറ്റ് ഫീൽസ് ഗുഡ്, ഇറ്റ് ഫീൽസ് ഗ്രേറ്റ്. മേ ബി ഞാൻ ഫീൽ ചെയ്യുന്നതിന്റെ ഒരു അംശമായിരിക്കും അപ്പോൾ പറയുന്നത്. പെരിയോനെ ഇന്ന് എല്ലാവരും കേൾക്കുന്ന പാട്ടുകൾ ഒന്നാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെ ആണ് ഞാൻ ബ്ലെസി സാറിന്റെ റിംഗ് ടോൺ പോലും ആ ഒരു പാട്ടിന്റെ തുടക്കത്തിൽ ആ ഒരു മ്യൂസിക്കാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അത്രയും അധികം ഇമ്പാക്ട് ആക്ച്വലി ആ ഒരു സോങ്ങിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോയിൽ തന്നെ ഗോൾഡിൽ തന്നെ സ്ഥിരം ഞങ്ങളിപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഒന്നാണ് ഈ ഒരു പെരിയോനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് നമ്മൾ ഒന്ന് സംസാരിച്ചു എങ്കിലും ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ആ ഒരു റെക്കോർഡിംഗ് മൊമെന്റ് ഓർക്കുന്നുണ്ടോ? ആ ഒരു സമയം രാത്രിയിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. യൂഷ്വലി റഹ്മാൻ സാറിന്റെ റെക്കോർഡിംഗ് ഒക്കെ രാത്രിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇറ്റ് വാസൻ വെരി ലേറ്റ്, അത്ര ലേറ്റ് ആയിരുന്നില്ല. പക്ഷെ ഈ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തത് ഘട്ടങ്ങളിലാണ്. സോ വി റെക്കോർഡഡ് ദ ഹുക്ക് ഫസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു അരമണിക്കൂറോളം എനിക്ക് സാറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ ഐ വാസ് ലൈക്ക് ലിറ്റർലി പിഞ്ചിങ് മൈസെൽഫ് വന്ന്. ബിക്കോസ് അതൊക്കെ ഒരുപാട് വീണ് കിട്ടുന്ന ഒരു, എപ്പോ നമുക്ക് എന്താ പറയാ അവിചാരിതമായി കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ സിംഗേഴ്സിനും ഒരു ഡ്രീം ആയിരിക്കും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പല്ലവി റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള എത്ര ദൂരത്തിലാണോ എന്നുള്ള പോർഷൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് ഇതിന്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് നടന്നിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് ലേറ്റർ ഓൺ നമ്മൾ പാടുന്നതനുസരിച്ച് ഐ ഗോട്ട് ടു നോ ദാറ്റ് ഇത് എന്നെ പ്രോജക്റ്റിൽ എന്നെ ഇതാണ്. സോ ഐ വാസ് സൂപ്പർ ത്രിൽഡ് ഫസ്റ്റ് നമ്മളിത് പാടുന്നു എന്നുള്ള ഒരു ഇതില്. പിന്നെന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ഓൾസോ, ഇനി ഇത് വരുമോ വരില്ലേ. നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോൾ ഉള്ള ഇതാണ്, നമ്മൾ പാടിയാലും യുനോ എന്താ പറയാ ഫൈനൽ കോൾ എടുക്കേണ്ടത് ബ്ലെസി സാറും റഹ്മാൻ സാറും ആണ്. സോ ഐ വാസന്റ് എക്സ്പെക്ടിങ്, ഞാൻ അതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയാ ഈ പാട്ട് പാടാൻ കിട്ടുന്ന ഒരു ഭാഗ്യം, അത് മാക്സിമം യുനോ അവര് തരുന്ന ഇൻപുട്ട് എടുത്തിട്ട് മാക്സിമം എഫേർട്ട് കൊടുത്ത് അത് പാടുക എന്നുള്ളൊരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബേസിക്കലി. ആൻഡ് അത് ആൾക്കാരിലേക്ക് കണക്ട് ആയി എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. യുനോ ഈവൻ ദ മൂവി വെച്ച് നോക്കുമ്പോഴും പീപ്പിൾ ആർ, അത് ഇവിടെ വൈശാഖ് പറഞ്ഞ പോലെ തന്നെ പ്രവാസികൾക്ക് ഒരുപാട് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ദ തിങ് മോസ്റ്റ് അവർ ആലോചിക്കുന്നത് നാടിനെ കുറിച്ചും ഇപ്പോ എന്താ പറയാ അവരുടെ വീട്ടുകാരെ കുറിച്ചും പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെയാണ്. സോ അത് ഡെഫിനറ്റ്ലി ആ ഒരു എന്താ പറയാ പ്രേ ടു ഗോഡ് യുനോ അതെല്ലാം അതിലുണ്ട്, അതിന്റെ ഒരു ആ സത്ത അതിനകത്തുണ്ട്. സോ അത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോകുലിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും ഗംഭീരം ഒരു പാട്ട് ആക്ച്വലി ഗോകുലിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമ്മൾ പിന്നീട് സിനിമ കാണുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. ആണോ? ഞാൻ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്ന നജീബ് ഖാൻ എന്നായിരുന്നു. ലേറ്റർ ഓൺ ഓൺലി ആ പ്ലോട്ട് എനിക്ക് കിട്ടിയത്. ബിക്കോസ് എന്താ പറയാ ബ്ലെസി സാർ തന്ന ബ്രീഫ് ടോട്ടലി ആ പാട്ടിന്റെ ഒരു ഫീൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സോ ലേറ്റർ ഓൺ ആണ് ഞാൻ ഇത് അറിഞ്ഞത്. എന്തായിരുന്നു ലൈക്ക് ഗോകുലിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത്? ഒരു പക്ഷെ നിങ്ങൾ ജോർഡാനിൽ ഉണ്ടായിരുന്ന സമയത്താണോ കേൾക്കുന്നത് പാട്ട്? എനിക്ക് 2020 ആദ്യം ഈ പാട്ട് കേൾക്കുന്നത്. കാരണം ആ ഒരു പാട്ടിന്റെ ലിപ്സിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് പാട്ട് എനിക്ക് സാർ അയച്ചു തന്നു. ഞാൻ ആദ്യം എല്ലാ റഹ്മാൻ സാറിന്റെ പാട്ടും പോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരുന്ന ഒരു പാട്ടാണ്. എന്റെ കയ്യില് അന്ധകാലം മുതലുണ്ട്, എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പോഴും അന്നുപോലെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു മിഡിൽ പോർഷനിലൊക്കെ ഉള്ള ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പണ്ടത്തെ റഹ്മാൻ സാറിന്റെ ഒരു മാജിക്കൽ ഒരു എനിക്ക് തോന്നുന്നു റോജ, അഞ്ജലി പുഷ്പാഞ്ജലി, അതിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ ഉണ്ട് അതിന്റെ മിഡിൽ പോർഷനിൽ. ഒരു മ്യൂസിക്കൽ ഒരു സംഭവമൊക്കെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ജിതിനേട്ടൻ അതിന്റെ ഫീല് കൃത്യമായിട്ട് എന്നോട് ബ്ലെസി സാറും പറഞ്ഞിട്ടുണ്ട്, ആ ഹക്കീം ഇത് പാടുമ്പോ നാടിനെ കുറിച്ച് ഓർത്തിട്ടാണ് പാടുന്നത്. നാടിനെ കുറിച്ച് ഓർത്ത് പാടി ഒരു പോയിന്റ് എത്തുമ്പോ ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് കൽബിൽ എന്ന് പറയുമ്പോ അവൻ ആരെയോ ഓർത്ത് കരയാണ്. ആരെയോ ഓർക്കേണ്ടതെന്ന് നീ ഓർത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ അത് ചിലപ്പോ ഉമ്മയാവാം, അല്ലെങ്കിൽ അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രണയം പറയാതെ പോയ അവന്റെ ആയിഷയാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സിലെ കൂടെയൊക്കെയാണ് ആ ഒരു. പിന്നെ ഈ സിനിമയിൽ തന്നെ തുടക്കത്തിൽ തന്നെ റഹ്മാൻ സാറുടെ മ്യൂസിക്കിനും റഫീഖ് സാറുടെ വരികൾക്കും എന്താ പറയാ ലിപ്പ് അനക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നല്ലാതെ ഒന്നും വേറൊന്നും അതിനെ പറയാനില്ല. ഗോകുൽ ഈ ഒരു സിനിമയുടെ ഭാഗമായത് മുതൽ ഒരു വലിയൊരു ജേണിയായിരുന്നു താങ്കളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ക്ലാസ് കുറെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം മൊമെന്റ്സ് ചിലപ്പോൾ നഷ്ടമായിട്ടുണ്ടായിരിക്കും. കോവിഡ് വന്നു, അങ്ങനെ കുറെ കഥകൾ നമ്മൾ പല ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഗോകുലിനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷം എങ്ങനെയാണ് ഗോകുൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്?
കഴിഞ്ഞ 5-6 വർഷം ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു 5-6 വർഷം ചിലപ്പോ ഒരു ടീനേജറിൽ നിന്ന് അഡൽഹുഡിലേക്ക് മാറിയ ആ 5 വർഷങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ച്. ട്രാൻസിഷൻ വലിയ ലെജൻസിന്റെ കൂടെയായിരുന്നു. അതെ. അപ്പോ എന്നെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും ഞാൻ ഈ ഓരോ സിനിമ എന്നുള്ളൊരു ആലിസ് ഇൻ വണ്ടർലാൻഡ് ആയിരുന്നു ഞാൻ. അതൊരു ആ വണ്ടർലാൻഡിൽ ആ ഒരു മായിക ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലോകത്ത് അവിടെ നിൽക്കാനോ അതിന്റെ ഗ്രൗണ്ടഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഞാൻ സാറിന് അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് സിനിമയിൽ. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം, കൂടുതൽ പഠിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിലൊരു റിഗ്രറ്റ് പോലും എനിക്ക് ഇന്നേ വരെ എനിക്ക് ഇപ്പൊ വരെ തോന്നിയിട്ടില്ല. പിന്നെ പാരലലി ഞാൻ എന്റേതായിട്ടുള്ള എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല. എന്റെ ഓഫ്കോഴ്സ് കോളേജിലൊക്കെ സെമോട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു, പഠിത്തം പൂർത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അതിലൊന്നും റിഗ്രറ്റ് ഇല്ല. കാരണം ഒരു വർഷത്തില് മേ ബി ലക്ഷക്കണക്കിന് ആളുകൾ ഗ്രാജുവേറ്റ് ആയിട്ട് പോകുന്നുണ്ടാവും ഡിഗ്രി എടുത്തിട്ട്. പക്ഷെ ആടുജീവിതം പോലെയുള്ള ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റില്, അതും ഇത്ര ലെജൻഡറി ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ചിലപ്പോ ഒരാൾക്കേ ഉള്ളൂ. സത്യം. ജിതിൻ, നമ്മൾ പല സമയത്തും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് ചിന്മയി എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഒരു സിംഗർ മാത്രമല്ല, ഒരു ഡബിങ് ആർട്ടിസ്റ്റും കൂടിയിട്ടാണ്. ഇവിടെ ഗോകുലിന് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ എന്തോ ഡബ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നു, അങ്ങനെ ഒരു സംഭവം നടന്നു. അതില് ആ പാട്ട് കേട്ടിട്ട് നജീബ് എന്നുള്ള ക്യാരക്ടർ അവരെ നോക്കി പോകുന്നുണ്ട് ഈ മസ്രയില് തീറ്റ കൊടുത്തതിന് ശേഷം. ആ ഒരു സമയത്ത് അന്ന് സർ ഉണ്ടായിരുന്നു അവിടെ. ഐ വാസ് ടോട്ടലി നെർവസ്. ഐ ഹാവന്റ് ഡൺ ഈ ഡബിംഗ് എന്നുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. കഴിവതും ഈ വിതുമ്പൽ യുനോ ഐ ഹാഡ് ഫൺ. പക്ഷെ എന്താ പറയാ, അറ്റ് ദ സെയിം ടൈം അതിന്റെ കൂടെ എനിക്ക് തോന്നിയത് ലൈക്ക് ആ പിച്ചൊന്നും ചേരാണ്ട് ഒന്ന് പാടുകയും കൂടി യു ഹാവ് ടു, ബിക്കോസ് അതൊരു സീനാണ് അങ്ങനെ. അപ്പൊ ഇത്രയും എന്താ നടന്ന് വലഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരും ശ്രുതി നോക്കില്ലല്ലോ പാടുന്ന സമയത്ത്. അപ്പൊ അത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് സിറ്റിംഗ് റൈറ്റ് നെക്സ്റ്റ് ടു മീ. സോ ഐ വാസ് വണ്ടറിംഗ് വെദർ ഐ ഡൂയിങ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ, അത് ആ സമയത്ത് വന്ന പോലെ ചെയ്തു. അത് യു ഗൈസ് ഹാവ് ടു അതിന് വിലയിരുത്തേണ്ട ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു കുറെ ഓഡിയൻസിന് ഇപ്പോഴും അത് ജിതിനേട്ടനാണ് പാടിയത് എന്നുള്ളത് അറിയില്ല. കാരണം ഞങ്ങളുടെ വോയിസ് എനിക്ക് തോന്നുന്നു അത്രയും എന്തോ സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു താങ്കളെ സംബന്ധിച്ച് നോക്കുക, ജിതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു TV ചാനലിലെ ഒരു റിയാലിറ്റി ഷോയിലാണ് മലയാളികൾ ആദ്യമായിട്ട്, ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് അന്ന് കണ്ടതാണ് എൻ്റെ വീട്ടില് 10 years ബാക്ക് ഇന്ത്യൻ വോയിസിൽ. അതായിരുന്നു ശരത് സാർ ഒക്കെ ഈ പാട്ട് കേട്ടിട്ട് എന്തായിരുന്നു പറഞ്ഞത്. അന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ ഏറ്റവും കൂടുതൽ ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജഡ്ജിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ റിയാക്ഷൻ? സോ വാസ് വെരി ഹാപ്പി. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹി ഈസ് വെരി ക്ലോസ് ടു മീ. സോ എന്താ പറയാ, നമ്മൾ അത്ര മെസ്സേജസോ സംസാരങ്ങളൊക്കെ ഇങ്ങനെ വെർച്വലി കൈമാറില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ മോസ്റ്റ്ലി ടേക്ക് മീ ടു ശരവണ ഭവൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടാറുണ്ട്. കൂടാറുണ്ട്. ഞാൻ ആക്ച്വലി അയച്ചു കൊടുത്തപ്പോ ഹി സെൻഡ് മീ എ തംസ് അപ്പ്. അത് തന്നെ ഒരു വലിയ ഇതാണ്. ഞാൻ പറഞ്ഞു കേൾക്കണം, പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ശ്രീനി സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുജാത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ദേ ബോത്ത് സൈഡ് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ശ്രീനി സാർ വാസ് ഓൾസോ വെരി ഹാപ്പി. ഞാൻ ചെയ്ത 2 റിയാലിറ്റി ഷോസിലും ഇവർ രണ്ടുപേരും കോമൺ ജഡ്ജസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അധികം സംസാരിക്കില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആത്മബന്ധമുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച പാട്ടുകാരാണ്, ഒരുപാട് നോക്കി അവരെ കണ്ടു വളർന്ന പാട്ടുകാരാണ്. ആൻഡ് എന്താ പറയാ, അതുകൊണ്ട് തന്നെ അവരുടെ കൊമന്റ്സ് യുനോ എന്താ പറയാ, അത് വേറൊരു തലത്തിലേക്ക് എത്തി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് സോ ഗുഡ്. അത്രയും എനിക്ക് ഇപ്പൊ വിധുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവരുടെ അടുത്തൊക്കെ അത് കേൾക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. ഗോകുലിന്റെ ഒരു ജേർണിയെ കുറിച്ച് നമ്മൾ പലയിടത്തും വായിച്ചത്, പല ഇന്റർവ്യൂവിലും കേട്ടത് നാടകത്തിൽ നിന്നായിരുന്നു ഇവിടേക്ക് എത്തി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ 2 മീഡിയത്തിനെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും ഫേവററ്റ് ആയിട്ട് ഏതിനെയാണ് കൂടുതലായിട്ട് ചെറിഷ് ചെയ്യുന്നത്? 2ഉം ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഗോകുൽ ഏറ്റവും കൂടുതൽ മൊമെന്റ്സ് ഒരു പക്ഷെ ഡ്രാമയിലൊക്കെ ആയിരിക്കും കൂടുതലും കൊടുത്തിട്ടുണ്ടാവുക, എന്തുകൊണ്ട് ചോദിക്കുകയാണ്? അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം കൂടുതൽ? അതുപോലെയാണ് എനിക്ക് നാടകം സിനിമ എന്ന് പറയുന്നത്. നാടകത്തിലും സിനിമയിലും തമ്മിലുള്ള വ്യത്യാസം, ഒരു മെയിൻ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത്, നാടകത്തിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ മുമ്പിൽ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് നമുക്ക് ഡയറക്ട്ലി നമുക്ക് അറിയാൻ പറ്റും. അത് ഒരു ക്യാരക്ടറിനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു ചിലപ്പോൾ ആ ക്യാരക്ടർ ഒഴുക്കിൽ തന്നെ ഒരു ജേണി ആ നാടകത്തിലുടനീളം നമുക്ക് ചെയ്യാൻ പറ്റും. സിനിമയിൽ ചിലപ്പം ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുന്നത്തെ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസം. പിന്നെ സ്ക്രീൻ, ക്യാമറ, ആക്ടിങ്, അത് നമ്മളൊരു
ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം. ഇപ്പൊ നാടകത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് വരെ കിട്ടുന്നതക്ക രീതിയിൽ വേണം ആക്ട് ചെയ്യാന്നുള്ളത്, ഒരു ആക്ടിങ് ഒരു ഫോം അതിന്റെ ഒരു. ഇപ്പൊ സിനിമയിലാകുമ്പോൾ സ്ക്രീൻ ആക്ടിങ് ആകുമ്പോൾ അതിന് നമുക്ക് ക്യാമറ ആണ് നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് പിന്നീട് കാണുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അതൊരു ആളായിട്ട് ഇമാജിൻ ചെയ്ത ഒരു ആളെ പോലെ, ക്യാമറ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹോളിവുഡ് ആക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൈക്കിൾ ഓവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രണ്ടും എനിക്ക് ഇപ്പോൾ അച്ഛനെയും അമ്മയെ പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നാടകത്തിലൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാടകത്തിലുണ്ടായിരുന്ന സമയത്ത് അതിലൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പിലും ഉണ്ടായിരുന്ന, നമ്മൾ നാടകത്തിൽ ഈ പൊട്ടിക്കാന്നൊക്കെ പറയും, നമ്മളെ ഉളുപ്പ് പൊട്ടിക്കാൻ, നാണം പൊട്ടിക്കാന്നൊക്കെ പറയും. അപ്പോ ഞാൻ 2017 നഗ്നനായ തമ്പുരാൻ എന്നുള്ളൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പോയി ഞാൻ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 10% മാത്രം വസ്ത്രം ധരിച്ചിട്ടാണ് തട്ടേ കയറിയത്, ഒരു കോണകം മാത്രം എടുത്തിട്ട്. അത് ക്യാരക്ടർ അങ്ങനെയായിരുന്നു, നഗ്നനായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പിലൊരു 15 ദിവസം കഴിഞ്ഞു. പിന്നീട് 15 ദിവസം ആദ്യം ക്യാമ്പിലൊരു നമ്മളെ ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ, അത് കഴിഞ്ഞ് എന്നെ ഞങ്ങളുടെ പ്രിയേട്ടനുണ്ട് നാടകത്തിന്റെ ഡയറക്ടർ. അപ്പൊ ആള് എന്നെ നിൽക്കാൻ പറഞ്ഞു, എന്നോട് ഷർട്ട് ഊരാൻ പറഞ്ഞു, എന്നോട് പാന്റ് ഊരാൻ പറഞ്ഞു. മുമ്പിൽ പെൺകുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഞങ്ങളെ. പക്ഷെ അങ്ങനെ ഒരു എല്ലാം ഒരു ബ്രദർ സിസ്റ്റർ ഒരു ബോണ്ടിങ് ആയിരുന്നു. അപ്പൊ ഊരാൻ പറഞ്ഞു, ഞാനത് ഊരി. അപ്പൊ എന്നോട് ഇതും കൂടി ഊരാൻ പറഞ്ഞു, എന്റെ ബ്രീഫ്സും കൂടി ഊരാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ഊരാൻ പോയപ്പോ മതി നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ നമ്മുടെ ഉളുപ്പും മാനം പൊട്ടിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അത് സിനിമയിൽ നിന്നല്ല, മൊത്തം ജീവിതത്തിൽ തന്നെയാണെങ്കിലും അത് ഇനി എപ്പോഴാണെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടുള്ളൊരു ജേർണി എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പുതിയൊരു ചിത്രത്തിന്റെ പോസ്റ്റർ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലൈക്ക് ഇതേപോലെ പ്രോജക്ട്സ് ഒക്കെ തന്നെ ഇപ്പൊ ഗോകുലിനെ തേടി വരുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഹക്കീം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ഇനിയുള്ളൊരു ജേർണിയെ താങ്കൾ എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഹക്കീമിനെ പോലെ ഒരു കഥാപാത്രം അത് തുടക്കത്തിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യവുമാണ്, ഇനി ചലഞ്ചിങ്ങുമാണ്. കാരണം അതുപോലെയുള്ള ഒരു ക്യാരക്ടർ ഇനി ഡെലിവർ ചെയ്യാന്നുള്ളത്. അതിനൊരു പ്രഷർ ഉണ്ടോ? അതിന് പ്രഷറല്ല, അത് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാ വെച്ചാല്, ഇതൊരു സർവൈവൽ ത്രില്ലർ, ഒരു ഫാമിലി, അങ്ങനെ ഒരു ഡ്രാമ, ഒരു കൈൻഡ് ഓഫ് ജോൺറയാണ്. അപ്പോ ആ ജോൺറയ്ക്ക് ഈ ഒരു ലെവൽ ഓഫ് ആക്ടിങ് ആയിരിക്കും വേണ്ടത്. അപ്പോ ഇനി ഇപ്പോ വേറൊരു ജോണറിൽ ഇപ്പോ ആക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കോമഡി ആണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടി വരും, ആ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോ അതിന് എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ഇപ്പൊ കെയോസ് മേക്സ് ദ മ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ കെയോസുകൾ എപ്പോഴും ഡിഫിക്കൽട്ടീസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ. അത് എന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജേണികൾക്കും എൻഡേവേഴ്സിനൊക്കെ എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടി എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു ബെറ്റർ ആർട്ടിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിപൊളി. അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരുപാട് പേര് അപ്രീസിയേഷൻ നൽകിയിട്ടുണ്ടായിരിക്കും, എസ്പെഷ്യലി നാടകത്തിൽ നിന്നുള്ള പലരും വിളിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല സിനിമയിൽ നിന്ന് ആരെങ്കിലും ഒരു ഏറ്റവും ലൈക്ക് ചെറിഷ് ചെയ്യുന്ന ഒരു അപ്രീസിയേഷൻ കിട്ടിയോ? ആരെങ്കിലും അങ്ങനെ വിളിച്ചു? ഈ സിനിമയിലുള്ളവരല്ല, അല്ലാതെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഗോകുലിനെ? അത് കുറച്ചധികം പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരാളായിട്ട് എനിക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഒരു കഥാപാത്രത്തെ സിനിമയിലോ അല്ലെങ്കിൽ നാടകത്തിലോ അത്രയും ട്രൂ ആയിട്ട് ഫൈൻ ഫോം ഓഫ് ആർട്ടായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ട്രൂ സെൽഫിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഗ്രേറ്റ് ആക്ടറാണ്. അപ്പോൾ അവരെല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവരും എന്നെ സംബന്ധിച്ചിട്ട് ഗ്രേറ്റ് ആക്ടേഴ്സാണ്. അവരെല്ലാവരും ഞാൻ അഡ്മയർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നെയിം പറഞ്ഞാൽ എനിക്കറിയാം ഏതെങ്കിലും ഒരാൾ മിസ് ഔട്ട് ആയി പോകും, പക്ഷെ അവരെല്ലാവരും ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരെല്ലാവരോടും വളരെയധികം സ്നേഹം. കാരണം ഞാൻ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു വളരെയധികം ഒരു മൊറാൽ ബൂസ്റ്റ് തന്നെയാണ്. സത്യം. ജിതിൻ, ഇത്രയും നേരം കേട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ കാത്തിരിപ്പുണ്ടായിരിക്കും. ആ പാട്ട് പാടിക്കാതെ വിടാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ പല ആൾക്കാരും തിരിച്ച് ലൈക്ക് പലയിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ കാണാൻ ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? ഞാനെപ്പോഴും സ്റ്റാർട്ടിംഗ് പോർഷൻ ആണ് പാടാറ്. സോ പ്രോബ്ലി ഐ സിംഗ് ദ പോർഷൻ യു ആർ ടെല്ലിംഗ് ദ അതർ ടൈം. എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും
കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിൻ്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിങ്ങിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽബിൻ മരുപ്പറമ്പിൽ പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. വാവ്, അടിപൊളി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും നല്ല തിരക്കിലായിരുന്നു, നല്ല ടയർഡാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം രാവിലെ മുതൽ നിങ്ങൾ പലയിടത്ത് ഓടി നടന്ന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. എന്തായാലും അതെല്ലാം ഈ ഒരു സിനിമയുടെ ഇനിയും ഒരുപാട് പേര് ഈ പടം കാണാറുണ്ട്. ഈവൻ ഞങ്ങൾ ഇന്ന് അറിയുന്ന ബ്ലസ്സി സാറും തിയേറ്ററിൽ പോയി പടം കണ്ടിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഗോൾ എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇനി ആടുജീവിതം കാണാനുള്ളവർ, ഇവിടെ കുട്ടികളെ കൊണ്ട് പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലാതെ പോകാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. ഈ മഴയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത് ഗോകുൽ? ഇപ്പോ എല്ലാവരും ഇതുവരെ കണ്ട എല്ലാവരോടും ഒരു ഹൃദയം തുറന്നിട്ടൊരു നന്ദിയാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ. കാരണം എല്ലാവരും ഹക്കീമിനോട് കാണിക്കുന്ന സ്നേഹം അത് ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഇന്ന് ദുബായിൽ വന്നപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അത് ഹക്കീമിനോടുള്ള ഇഷ്ടം അത് ഞാൻ നേരിട്ട് അനുഭവിച്ച് ആ ഒരു തണല് അവരുടെ സ്നേഹം അത് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ദുബായിൽ ഇങ്ങനെയൊക്കെ വരാൻ കഴിഞ്ഞതിലും. അപ്പോൾ ഇനി കാണാനുള്ളവരോട് കാണുക, കണ്ടിട്ട് ആ ബ്ലസ്സി സാറുടെ ഒരു മാജിക് ഉണ്ട്, റഹ്മാൻ സാറുടെ മാജിക് ഉണ്ട്. ഒരു നമ്മളെ മലയാളത്തിൽ നിന്നല്ല, ഒരു ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്. തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യരുത്, അത് കാണുക. ഒരു സിനിമയെ ഇഷ്ടപ്പെടല, ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ പ്രവാസികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ടും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. കണ്ട് ഇപ്പോ എല്ലാവരും, ഇതിപ്പോ ഞങ്ങളുടെ സിനിമയല്ലല്ലോ, ഇതിപ്പോ നിങ്ങളുടെ സിനിമയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതെല്ലാവരും നിങ്ങളുടെ സിനിമയാക്കുക. ജിതിനെ എന്താ പറയാനുള്ളത്? സെയിം ഹിയർ. ഇപ്പോൾ എന്താ പറയാ, നമ്മളിപ്പോൾ ഈ പടത്തിനും പാട്ടിനും ഫുൾ ആൽബം ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകളാണ്. എല്ലാ പാട്ടുകൾക്കും ഈ പടത്തിനും ഒരുപോലെ സ്നേഹം തന്ന ശ്രോതാക്കൾ, ശരി, വ്യൂവേഴ്സ്, എവറിബഡി, എല്ലാവരോടും ഒരുപാട് നന്ദി. ആൻഡ് ഇനി കാണാത്തവർ, ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അവരെല്ലാവരും പോയി കാണുക. ഇപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് എന്താ പറയാ സ്നേഹം, അത്ര ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം എന്നും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും പ്രവാസികളുടെ ഇടയിൽ നിന്നുള്ള ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ടായിരിക്കും. ഇനിയും ഒരുപാട് ആ ഒരു ജേർണി ഏറ്റവും സക്സസ്ഫുൾ ആവട്ടെ എന്ന് മാത്രം രണ്ടുപേർക്കും വിഷയമാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് പെരിയോനെ എന്നുള്ളൊരു പാട്ട് തന്നെ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുക ഗോൾഡ് 101.3 FM വൈശാഖ.